ഹലോ ഗൈസ്, വിയറ്റ്നാം എന്ന രാജ്യത്തിലെ മൂന്നാമത്തെ ദിവസം ഞാൻ തുടങ്ങുന്നത് ഇതുവരെ കഴിക്കാത്ത ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോ തുടങ്ങാം. രാവിലെ തന്നെ നല്ല വിശപ്പായതുകൊണ്ട് ഒരു പ്ലേറ്റും അതിൽ 2 സ്പൂണും വെച്ച് ഭക്ഷണം എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് സാധനങ്ങൾ ഉമ്മർത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഏതെടുക്കണം എന്ന് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്. പച്ചക്കറി വരെ ഇതുപോലെ പച്ചക്കാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എടുത്ത് വെറുതെ വേസ്റ്റ് ആവുന്ന പറഞ്ഞിട്ട് തണ്ണിമത്തനും പൈനാപ്പിളും ഒക്കെയാണ് ഞാൻ എടുക്കുന്നത്. പോരാത്തതിന് ചോളവും. പിന്നെ ഈ നാട്ടിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ എടുത്ത് പ്ലേറ്റിൽ വെക്കുന്നത് കേട്ടോ. എല്ലാം ഒന്നും എടുക്കുന്നില്ല, കുറച്ച് സാധനങ്ങൾ മാത്രം. അങ്ങനെ അതെടുത്ത് ചെയറിലിരിക്കാൻ നടക്കുമ്പോഴേക്കും ഇവിടെ എല്ലാവരും സ്പൂണിലാണ് കഴിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ സ്പൂണിൽ കഴിച്ചിട്ടുള്ള ശീലമൊന്നുമില്ല. അങ്ങനെ ടേബിളിലെത്തി സാധനങ്ങളൊക്കെ വെച്ച് നമ്മളത് കഴിക്കാൻ തുടങ്ങാൻ കേട്ടോ. കൈ കൊണ്ട് തന്നെയാണ് എടുത്ത് കഴിക്കുന്നത്. അപ്പുറത്തുള്ളവരൊക്കെ ചെറുതായിട്ട് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ഇതുപോലെ കൈ കൊണ്ട് എടുത്ത് കഴിച്ചിട്ടുള്ള ശീലമാണ് ഉള്ളത്. 4 ആളിനെ കാണുമ്പോൾ ഷോയ്ക്ക് വേണ്ടി അത് മാറ്റാൻ പറ്റില്ല. ഭക്ഷണം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഇവിടെ തന്നെ സൈക്കിൾ കിട്ടും. ആ സൈക്കിൾ എടുത്തിട്ട് നമ്മൾ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ മൊത്തം ചുറ്റി കറങ്ങിയിട്ട് വരാം. ഈ ഒരു സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട്. വ്യായാമത്തിന് വ്യായാമമായി, സ്ഥലങ്ങൾ കാണാൻ നമുക്ക് സൈക്കിളുമായി. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടത്. അതായത് വിയറ്റ്നാമത്തെ ഗ്രാമങ്ങളിൽ കൂടെ സൈക്കിളൊക്കെ ചവിട്ടി പോകാന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി, കാണുന്ന കാഴ്ചകളും ഒരു വ്യായാമം പോലെയായി അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് സൈക്കിൾ എടുത്തപ്പോൾ ചുറ്റിയിട്ട് നടക്കുന്നുണ്ട്. അവിടെ ഗ്രാമങ്ങൾ കാണാൻ ചിലതൊക്കെ കാണുമ്പോൾ കേരളം പോലെ തന്നെ ഉണ്ട്. നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി സൈക്കിളോട് ചവിട്ടി എത്തിയ സ്ഥലം കണ്ട നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലം കേട്ടാ. സൈക്കിൾ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു വരിക ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് കാണാൻ സ്ഥലം. ഒരു ഓർമ്മയാണ്, മെമ്മറി. അടുത്ത തെച്ചിപ്പൂ കണ്ട, തെച്ചിപ്പൂ കൂടെ ഉണ്ട്. ഇതാ കണ്ട, തെച്ചിപ്പൂ ഉണ്ട്. ഇത് 2 സൈഡും തെച്ചിപ്പൂ വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ വണ്ടി തിരിച്ച് സൈക്കിൾ സ്റ്റാൻഡ് തന്നെ വെക്കുമ്പോഴേക്കും നമ്മുടെ ട്രാവലിന് ഗൈഡ് വന്നു. ഇദ്ദേഹമാണ് നമ്മളെ ഓരോ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്ന ആള്. അങ്ങനെ ഒരു ട്രാവൽ ബസ് വന്ന് അതിൽ കയറിയപ്പോൾ മറ്റു സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ നമ്മൾക്ക് അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയും പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടാ. ഹലോ എന്നതിന് കിങ് ചാവോ എന്നാണ് പറയാ. കൂടാതെ ഗുഡ് ബൈ എന്നതിന് ടാം ബിയാറ്റ് എന്നാണ് പറയാറ്. അങ്ങനെ ഇപ്പം നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കാണാൻ ഇറങ്ങിയ സ്ഥലം വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് ബോട്ട് എടുത്ത് ഇങ്ങനെ ഒരു യാത്രയാണ് പ്ലാനിങ്. ഇപ്പോൾ അവിടെ കയറുന്നതിന് മുമ്പ് നമ്മൾ ഏതൊക്കെ വഴി എങ്ങനെയാണ് പോകണമെന്നുള്ളൊരു മാപ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 2 മണിക്കൂറോളം ഇതിൽ പോകണം. നമ്മൾ ബോട്ടിങ്ങിന് കൊണ്ടുവന്ന ഈ ഏട്ടനാണ്. ഈ ഏട്ടൻ ഈ ചുവപ്പ് കൊടിയും പിടിച്ചിട്ട് പോകും. അതായത് തിരക്കായി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാനാണ് തോന്നുന്നു. തിരക്കത്ത് കൂട്ടം തെറ്റി എന്ന് പറഞ്ഞാൽ അറിയാനാണ് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ പോവാണ്. ബോട്ടിങ് പോയിട്ട് കാഴ്ചകളായിട്ട് കാണിച്ചു തരാം. ആഹാ, അവിടെയാണ് സ്ഥലം. പിന്നെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ഈ ആളുകൾ കയറുന്ന പോലെ നമ്മളിപ്പോൾ അവിടേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ടൂറിസ്റ്റുകളായിട്ട് അന്യനാട്ടിലത്തെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ വലത്തേക്കാല് വെച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞു ബോട്ടിക്ക് കയറാൻ പോവാണ് കേട്ടോ. ഒന്നാമത് എനിക്ക് നീന്തൽ അറിയില്ല. വല്ലതും പറ്റിയെന്ന് പറഞ്ഞാൽ രക്ഷിക്കണം എന്ന് പറയാൻ പോലും ഇവിടുത്തെ ഭാഷ പോലും എനിക്കറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഞാൻ പയ്യെ ഇരുന്ന് നമ്മുടെ ബോട്ട് പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടാ. വെള്ളത്തിന് വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമാണ് കേട്ടോ. ബാക്കിലുള്ള ആൾ തുഴഞ്ഞിട്ടാണ് ഇത് മൂവ് ചെയ്യണത്. ഒരു കുഞ്ഞ ബോട്ടിൽ 4 പേര് 5 പേർക്ക് ഇരിക്കുക. എന്റെ ബോട്ടിൽ തോണി തുഴയണ ചേച്ചി ഉൾപ്പെടെ 5 പേരുണ്ട്. അങ്ങനെ ഓരോ തോണിയും ഗ്യാപ്പ് വിട്ട് തുഴഞ്ഞു പോകാൻ തുടങ്ങിയിട്ടാ. ഒരു ഭാഗത്ത് കാടാണ്, മറ്റൊരു ഭാഗത്ത് മലകളും. വേറൊന്ന് പറയേണ്ടത് ഉച്ച വെയിൽ നല്ല പോലെയുണ്ട്. മുഖത്തേക്കാണ് വെയിലടിക്കുന്നത്. അതൊന്നും കാര്യമാക്കാണ്ട് നമുക്ക് കാഴ്ചകളാ വലുത് എന്ന് പറഞ്ഞ് ഓരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവാണ്. ഈ തുഴച്ചിൽ മാത്രം ഉണ്ടാവുള്ളൂ എന്ന് ആലോചിച്ച് ബോറടിച്ചിരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു ഗുഹ കാണുന്നത്. അതിന്റെ ഉള്ളിൽ കൂടെയാണ് ഇതെല്ലാം പോകുന്നത്. ഒരു ചേച്ചിയാണ് നമ്മുടെ തുഴയുന്നത് കേട്ടോ. ഈ ചേച്ചിക്ക് അധികം ഇംഗ്ലീഷ് അറിയില്ല. പറ്റുന്ന ഭാഷയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഗുഹ അടുത്തായി. ഞാൻ സിനിമയിൽ മാത്രമാണ് ഇതുപോലത്തെ ഗുഹകൾ കണ്ടിട്ടുള്ളൂ, കൂടാതെ സഫാരി ടിവിയിലും. അങ്ങനെ പയ്യെ ഗുഹന്റെ ഉള്ളിൽ പോയപ്പോൾ ചുണ്ണാമ്പ് കല്ല് പോലത്തെ പാറകളാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ചെറിയൊരു ഗുഹയാണ്. ഇത്രയും ഗുഹ ഉള്ളൂ എന്ന് ചേച്ചിന്റെ ചോദിച്ചപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളൂ, കുറച്ച് നീ അങ്ങോട്ട് പോട്ടെ, ബാക്കി കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവുന്നു. ഈ ചേച്ചിക്ക് ഏകദേശം നമ്മുടെ ഒരു അമ്മന്റെ പ്രായമുണ്ട്. ഗുഹയത്തെ കല്ലുകൾക്ക് നമ്മൾക്ക് തൊടന്റെ അത്ര ഹൈറ്റേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഗുഹയിൽ നിന്ന് നമ്മളിപ്പോ പയ്യെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് പണ്ട് ആനക്കൊണ്ട സിനിമ കണ്ടതാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഈ ചേച്ചി തുഴഞ്ഞു പോവാണ്. കൈ പാവം വേദനയ്ക്കുണ്ടാവും. അതുകൊണ്ട് എക്സ്ട്രാ കമ്പ് എല്ലാ തോണിയിലും ഉണ്ട്. അതിൽ യാത്രക്കാരും അവരെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ഇപ്പൊ എക്സ്ട്രാ കമ്പ് എടുത്തിട്ട് ഞാനും തുഴഞ്ഞ ചേച്ചിനെ സഹായിക്കുകയാണ്. പിന്നെ ഈ രാജ്യത്തിന്റെ ചരിത്രം കുറച്ച് ഞാൻ പറഞ്ഞു തരാട്ടോ. വിയറ്റ്നാം എന്നത് പണ്ട് ചൈനക്കാര് വർഷങ്ങളോളം ഭരിച്ച ഒരു രാജ്യമാണ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെയുള്ളവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഏകദേശം ചൈനക്കാരിനെ കാണുന്ന പോലെ തന്നെയാണ് മുഖ ഷേപ്പും എല്ലാം വിയറ്റ്നാമുകാർക്കും ഉള്ളത്. കൂടാതെ ഈ നാട്ടിലെ എല്ലാ ആളുകളും കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. ആകെ കൂടിയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. അങ്ങനെ വീണ്ടും ഒരു ചെറിയൊരു ഗുഹന്റെ ഉള്ളിൽ കൂടെ പോയി അതിന്റെ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞ് അതിനെ ടാറ്റാ ബൈ ബൈ കൊടുത്ത് നമ്മളെ പയ്യെ വേറൊരു കാഴ്ച കാണാനാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു അരുവിന്റെ നടുക്കിൽ ഇതുപോലെ ഒരു അമ്പലം പോലത്തെ ഒരു സ്ഥലം. എന്തായാലും ദൂരെ നിന്ന് കാണുമ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശേഷം അതൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് ഞാനിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്.
ഞാൻ ഈ ചേച്ചിൻ്റെ അറിയണ ആ ചേച്ചിൻ്റെ ഭാഷയിലൊക്കെ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ ഏറ്റവും ചെറിയ പരന്ന ഗുഹൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഞാനൊന്ന് നിവർന്ന് നിന്നാലോ അല്ലെങ്കിൽ കൈ പൊക്കിയാലോ എൻ്റെ തല ഇതിൽ മുട്ടും. അത്രയ്ക്ക് ചെറിയൊരു ഗുഹയാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുക്കൽ മാത്രം നോക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, എൻ്റെ തല പോകും. ഇത് കണ്ട ജസ്റ്റ് മിസ്സാണ്, അല്ലെങ്കിൽ തല ഇപ്പം മുട്ടിയിട്ടുണ്ടാവും. എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറ്റി ഈ പാറകളൊക്കെ നിലത്ത് വീണ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് ആലോചിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കിങ് കോങ് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് ഈ ചേച്ചി പറഞ്ഞു. കിങ് കോങ് പഴയ കുരങ്ങൻ്റെ സിനിമയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഇതൊരു കുരങ്ങൻ്റെ ലുക്കില്ല, ആ പാറ നേരെ നോക്കി എന്ന് പറഞ്ഞാൽ കിങ് കോങ് കുരങ്ങൻ്റെ ലുക്ക് ഉണ്ടാവും. പിന്നെ ഒരു ചെറിയ ഗുഹ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി വെളിക്ക് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ പണിക്കാർ മണലേറ്റിട്ട് കൊണ്ടുപോവാണ്. അപ്പുറത്ത് ഇതുപോലെ മണലെടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് ആളുകൾക്ക് കൊണ്ടുപോകാൻ. നിങ്ങളെ വീഡിയോയിൽ കാണുന്നത് ചിലപ്പോൾ 2-3 മിനിറ്റ് ആയിരിക്കും ഇത് കാണിക്കുന്നുണ്ടാവുക. സത്യം പറഞ്ഞാൽ ഞാൻ 2 മണിക്കൂറോളം ഇത് തുഴഞ്ഞിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം പോകുമ്പോഴേക്കും നല്ല ഇടിപൊട്ടലും മഴയും പെയ്യാൻ തുടങ്ങി. കാറ്റും കൂടെ ആയപ്പോൾ വെള്ളം ഒഴുക്ക് ചെറുതായിട്ട് കൂടി. മനസ്സിൽ ചെറിയൊരു പേടി വന്ന് തുടങ്ങി, കാരണം എനിക്ക് നീന്തൽ അറിയില്ല. നിങ്ങളപ്പോൾ നോക്കുക, മഴ പെയ്യല്, വെള്ളത്തിന്റെ ഒഴുക്ക് കൂടല്, കുഞ്ഞു ബോട്ടിൽ ഇങ്ങനെ പോകല്, നല്ല കാറ്റ്. വെള്ളത്തിന്റെ ഒഴുക്ക് ചെറുതായിട്ട് കൂടാൻ തുടങ്ങിയതുകൊണ്ട് മനസ്സിൽ ചെറിയ പേടിയുണ്ട്. പക്ഷെ അത് ഞാൻ പുറത്ത് കാണിക്കില്ല. നമ്മളെ കൊണ്ടുപോകുന്ന ചേച്ചിയാണെങ്കിൽ വേഗം തുഴയാൻ തുടങ്ങി. അങ്ങനെ വലിയ മഴ വരുമ്പോഴേക്കും നമ്മളെ ചേച്ചി നമ്മളെ കരക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ല മഴ ക്ലൈമറ്റ്, മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ. പിന്നെ ഈ കാണുന്ന ഒരു തൊപ്പി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരാളുടെ ഇത് ഞാൻ വാങ്ങിച്ചതാണ്. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? പിന്നെ ഈ കാണുന്ന വീഡിയോസ് ഒക്കെ മനുഷ്യനുണ്ടാവുന്ന കാലത്തെ ആ ഗുഹന്റെ അടുത്ത് ആളുകൾ ഇതുപോലെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗുഹയിൽ നിന്ന് കിട്ടിയ ഓരോ സാധനങ്ങളും ഇവിടെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ട. അങ്ങനെ അതെല്ലാം കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ഉറക്കം വരുന്നുമുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ കാണാൻ എന്താ ഭംഗിയെന്ന് അറിയോ? അത് വീഡിയോയിൽ കാണുന്നതിനും കാട്ടി നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുള്ളൂ. അങ്ങനെ നേരെ ഒരു റെസ്റ്റോറൻറ്റ് കഫയിൽ പോയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് പറയുമ്പോഴേക്ക് ഈ ആൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ കമ്പനിയായി. അങ്ങനെ ആളുടെ അടുത്ത് പോയിരുന്നപ്പോൾ നീ എൻ്റെ നാട്ടിലത്തെ അതിഥിയാണെന്ന് പറഞ്ഞ് എനിക്കൊരു ബർഗർ വാങ്ങിച്ചു തന്നു ആള്. എന്തായാലും ഇവിടെയുള്ള ഒരുപാട് ആളുകൾ സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. എനിക്ക് ബർഗർ വാങ്ങിച്ചു തന്നപ്പോൾ ആള് നൂഡിൽസ് ആണ് വാങ്ങിച്ചത്. അത് ഇതുപോലെ 2 സ്പൂണ് കൊണ്ട് എടുത്തിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടിട്ടാണ് ആൾ കഴിക്കണത്. എന്തായാലും എൻ്റെ ഭാഷ എന്താണെന്നൊന്നും അറിയില്ല, അത് കണ്ടിട്ടാണ് ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് കാണുമ്പോൾ നല്ല സുഖം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു സൈക്കിൾ കടയിൽ പോയി സൈക്കിളൊക്കെ നോക്കുകയാണ്. എല്ലാ സൈക്കിളും ഇതുപോലെ ചുവപ്പ് കൊടി കുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ ഞാൻ ഈ കാണുന്ന സ്ഥലം കാണാനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ വായിൽ ഒതുങ്ങാത്ത പേരാണ്. അതും ചൈനീസ് പേര് പോലത്തെ പേരുകളാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് പേരുകളൊന്നും പറയാണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ പോയപ്പോഴാണെങ്കിൽ ഇതുപോലെ ഒരു എരുമ. അങ്ങനെ അവിടെ ഒന്ന് ചുറ്റി അവിടത്തേക്ക് ഒരു ഓർമ്മയ്ക്ക് ഇതുപോലെ ഒരു വീശറ വാങ്ങി നമ്മൾ വന്ന ബസ് ഇതാണ്. ഇതിൽ കയറിയിരുന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സത്യം പറയാൽ ഇതൊരു ഷോപ്പിംഗ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ വാങ്ങാൻ നല്ല പൈസയാവും. ഇവിടെ ഒരു ഭാഗത്ത് ആളുകൾ ആ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മറുഭാഗത്ത് ആ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുക. എന്തായാലും കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇവരുണ്ടാക്കുന്നതും. അങ്ങനെ അവിടെ നിന്ന് ഓർമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആ നാട്ടിൽ 2,70,000 രൂപയായി ഇതിന്. നമ്മുടെ നാട്ടിൽ ചെറിയ പൈസ പോലും ഇവിടെ ലക്ഷങ്ങൾ എന്നാണ് പറയാറ്. ഫോണിൽ ചാർജ് ഭയങ്കര കമ്മിയായി, ഫോൺ ഓഫായി. അതാണ് കുറേ കാര്യങ്ങൾ മിസ്സായി പോയത് കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം ഞാനിവിടെ തീർക്കുകയാണ്. വല്ല ചായ കിട്ടുമോ നോക്കട്ടെ കേട്ടോ. അതായത് ചായക്കടയാണ്, ചെറിയൊരു ചായക്കടയാണ്. നല്ലൊരു ചായ കുടിച്ചിട്ട് ഈ ദിവസം ഇന്നത്തോടെ തീർക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്ര നേരം കണ്ടവരോട് ഒരുപാട് നന്ദി കേട്ടോ. അതോടത്തെ ഒരു ചായക്കടയാണ് കണ്ടോ, കുഞ്ഞു ചായക്കടയാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ടിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബൈ. ഇപ്പോൾ നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഫോണൊക്കെ ചാർജ് ചെയ്തു. ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. ഇതിനാണ് 2,70,000 രൂപയായി എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ നാട്ടിൽ അത്ര വലിയ പൈസയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ചെറിയ പൈസയിൽ ഇവിടെ ലക്ഷങ്ങളാവും കേട്ടോ. അത് ഓരോരോ കീ ചെയിനുകളാണ്. ആ നാട്ടിലത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ആണും പെണ്ണും ഇതുപോലത്തെ ഒരു പ്രതിമയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു വീശറ വാങ്ങിച്ചു. പിന്നെ ഇന്നലെ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതൊക്കെ ബാഗിൻ്റെ ഉള്ളിലാണ്, ഞാൻ ഇനി എടുക്കാൻ വയ്യ. പിന്നെ എല്ലാം കൂടെ ലാസ്റ്റ് കാണിച്ചു തരാം. അതൊക്കെ നമ്മൾ പോയ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ബാത്റൂമൊക്കെ നല്ല സെറ്റപ്പ് ബാത്റൂമാണ് കേട്ടോ. നല്ല ലൈറ്റും കാര്യങ്ങളുണ്ട്, എല്ലാം സെറ്റപ്പായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അത്ര നേരം എഡിറ്റിംഗ് ഒക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലൊന്ന് ഉറങ്ങട്ടെ, പിന്നെ വീട്ടിലേക്ക് വിളിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇത്ര നേരം കണ്ട ആളുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ.